ആലപ്പുഴ കരുവാറ്റയിലെ കൊട്ടേഷൻ കൊലപാതകത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. കൗമാര കൊലപാതകത്തിനു പിന്നിൽ മാസങ്ങൾ നീണ്ട ആസൂത്രണമാണ് നടന്നത്. ആൺ സുഹൃത്തിനോട് ആദ്യം കൊലപ്പെടുത്തണമെന്ന് പെൺകുട്ടി ആവശ്യപ്പെട്ടെങ്കിലും ആൺകുട്ടി വിസമ്മതിക്കുകയായിരുന്നു. ശിവൻകുട്ടിയെ കൊലപ്പെടുത്തിയില്ലെങ്കിൽ താൻ കൊല്ലുമെന്നാണ് പെൺകുട്ടി പറഞ്ഞത്. ഇരുവരും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റ് പോലീസിന് ലഭിച്ചു. 2017 പുറത്തിറങ്ങിയ സ്പൈഡർ എന്ന തമിഴ് ചിത്രം കണ്ട ശേഷമായിരുന്നു തലയിൽ വലിയ കല്ലിട്ട് കൊലപ്പെടുത്താൻ ആദ്യം നീക്കം നടത്തിയത്. നീക്കം പാളിയതോടെ വിഷം നൽകി കൊല്ലാനും വാഹനമിടിപ്പിച്ചു കൊല്ലാനും ശ്രമിച്ചുവെന്ന് പോലീസ് പറയുന്നു. പിടിക്കപ്പെടില്ല എന്ന ആത്മവിശ്വാസത്തിൽ കൊലപാതകം ആസൂത്രണം ചെയ്ത ചാറ്റുകൾ ഡിലീറ്റ് ചെയ്യാത്തത് പ്രതികൾക്ക് കുരുക്കായി മാറുകയായിരുന്നു. മനീഷ് മഹിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മനീഷ് മഹിപാൽ, പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇത് ആദ്യത്തെ നീക്കമായിരുന്നില്ല. പലതവണ മുൻപേ ഈ ശിവൻകുട്ടിയെ കൊലപ്പെടുത്താൻ ഇവർ ആസൂത്രണം ഇട്ടിരുന്നു. എന്നാൽ ആ പദ്ധതി ഒന്നും നടക്കാതെ പോയി. ഇവർ കഞ്ചാവിന്റെ ലഹരിയിൽ കൂടിയാണ് ഇത് ചെയ്തത് എന്ന വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇവര് ലഹരി ഉപയോഗിക്കുന്നവരായിരുന്നു എന്നുള്ള വിവരവും പുറത്തു വരുന്നു. ആൺ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധം ഈ വയോധികൻ വിലക്കിയതും പെൺകുട്ടിക്ക് വയോധികനോടുള്ള വിരോധത്തിന് കാരണമായി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വാട്സപ്പ് ചാറ്റിൽ നിന്നും പോലീസിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ നിന്നും ബോധ്യമാകുന്നത് എന്താണ്? അരുൺകുമാർ, ഈ കൊലപാതകത്തിന് ശേഷം പെൺകുട്ടിക്ക് കൃത്യമായ പങ്കുണ്ടെന്ന് പോലീസിന് ആദ്യം തന്നെ വ്യക്തമായത് മുതൽ പെൺകുട്ടി നിരീക്ഷണത്തിലായിരുന്നു. പിന്നീട് ഈ ആൺ സുഹൃത്തുക്കളിലേക്ക് എത്തുന്നത് പെൺകുട്ടിയുടെ മൊഴിയിൽ നിന്നല്ല. അതിനു മുൻപേ തന്നെ CCTV, അതായത് ഹരിപ്പാട് KSRTC ബസ് സ്റ്റാൻഡിൽ പുലർച്ചെ 3:30 ഇവർ KSRTC ബസ്സിൽ കയറി പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ച് നിർണായകമായി. ഒപ്പം തന്നെ അവർ അത് ഈ ശനിയാഴ്ച രാത്രി ഇവിടെ എത്തുന്നു. ഞായറാഴ്ച രാവിലെ ഈ കൃത്യം നടത്തിയ ശേഷം 3:30 ഇവർ ട്രെയിനിലാണ് കൊല്ലത്ത് നിന്ന് വരുന്നത്. അതിനുശേഷം കൊലപാതകം നടത്തി KSRTC ബസ്സിൽ ഹരിപ്പാട് നിന്നും കൊല്ലത്തേക്ക് പോകുന്നു. ആ സമയത്ത് തട്ടുകടയിൽ കയറി ആഹാരം കഴിച്ചിട്ടുണ്ട്. 540 രൂപയ്ക്കാണ് 3 പേർ അവിടെ നിന്ന് ആഹാരം കഴിച്ചത്. അതിന്റെ ഗൂഗിൾ പേയുടെ സ്ക്രീൻഷോട്ട് അടക്കം ആ തട്ടുകടക്കാരിൽ നിന്നും പോലീസ് ശേഖരിച്ചു. അങ്ങനെ അവിടെ നിന്ന് CCTV ലഭിച്ചു. ഒപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ ഫോൺ പിന്നീട് രണ്ടാം ഘട്ട അന്വേഷണത്തിൽ പോലീസ് കസ്റ്റഡി എടുത്തു. പെൺകുട്ടിയുടെ ഫോൺ പോലീസിന്റെ കസ്റ്റഡിയിലാണെന്ന് അറിയാതെയാണ് ആൺ സുഹൃത്തുക്കൾ പലപ്പോഴും ചാറ്റ് ചെയ്തത്. പെൺകുട്ടിയാണെന്ന ഭാവേനെ പോലീസ് പല മെസ്സേജുകളും ജെൻസി ഭാഷകളിൽ തന്നെ, പെൺകുട്ടി ഉപയോഗിക്കുന്ന ജെൻസി ഭാഷകളിൽ തന്നെ ഈ പോലീസ് അതിവിദഗ്ധമായി ഈ ആൺ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തു. അതേ രീതിയിൽ മറുപടി കിട്ടി. പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ ഉറപ്പിച്ചു ഇവർ തന്നെ പ്രതികൾ, ഇതിൽ ആസൂത്രണം ചെയ്തത് ഈ പെൺകുട്ടി തന്നെ. അതിൽ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്, അതായത് നമ്മൾ ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു വന്നിരുന്നെങ്കിലും തെളിവുകളെ പറ്റി പറഞ്ഞു വരുന്നത് ഇപ്പോഴാണ്. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറുന്നത് ഈ വാട്സാപ്പ് ചാറ്റുകളായിരിക്കും, ഈ CCTV ദൃശ്യങ്ങളായിരിക്കും. പെൺകുട്ടിയോട് എപ്പോൾ വരണമെന്നും ഒപ്പം തന്നെ വീഡിയോ കോളിൽ കൃത്യമായി സ്ഥലം കാണിച്ചു കൊടുത്തത് കൂടാതെ വീടിന്റെ ലൊക്കേഷൻ, കൊലപ്പെടുത്താനുള്ള വീടിന്റെ ലൊക്കേഷൻ, മേൽക്കൂരയുടെ ഫോട്ടോ, അതായത് പെൺകുട്ടി നേരത്തെ തന്നെ വീടിന്റെ മുകളിലത്തെ ഭാഗം അതായത് വീടിന്റെ തൊട്ടടുത്ത് പണി പൂർത്തിയാകാതെ കിടക്കുന്ന മറ്റൊരു കെട്ടിടത്തിന്റെ മുകളിൽ കയറി സ്വന്തം വീടിന്റെ മേൽക്കൂര ഫോട്ടോ എടുത്ത് ഇവർ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു, അതായത് ഓടിന്റെ താഴെ ഉള്ള മച്ച് തടിയാണ്. തടി പക്ഷേ പെട്ടെന്ന് മാറും, അതായത് ചവിട്ടിയാൽ മാറിപ്പോകുന്ന ഒരു മച്ചാണെന്നാണ് പെൺകുട്ടി കരുതി. പക്ഷേ ആ പദ്ധതി പാടി 2017 AR മുരുകദോസിന്റെ സംവിധാനത്തിൽ തമിഴിലും തെലുങ്കിലും പുറത്തിറങ്ങിയ സിനിമയുടെ അനുകരണം അല്ലെങ്കിൽ അതിൽ പ്രചോദനമായി ഒരു ബാലൻ കല്ല് ഒരാളുടെ ഉറങ്ങിക്കിടക്കുന്ന ആളുടെ മുഖത്തേക്കിട്ട് കൊലപ്പെടുത്തുന്നു. അതിദാരുണമായ കൊലപാതകം. അത് ആസൂത്രണം ചെയ്തെങ്കിൽ അത് പാളി. മറ്റു കൊലപാതകത്തിലെ സങ്കീർണതകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ആ രീതിയിൽ കൊലപാതകം പദ്ധതി ആസൂത്രണം ചെയ്തത്. ഇവിടെ മാസങ്ങൾ നീണ്ട പദ്ധതി ആസൂത്രികയായ പെൺകുട്ടി ചെയ്തിട്ടുണ്ട്. പക്ഷേ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്നും പോലീസിനോട് പറയുന്നത് പെൺകുട്ടിക്ക് വേണ്ട രീതിയിലുള്ള പരിലാളനകൾ വീട്ടിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അമ്മയുടെയും അച്ഛന്റെയും സാന്നിധ്യം ഈ കുട്ടിക്കില്ലായിരുന്നു. ഒപ്പം തന്നെ സ്കൂളിലടക്കം ഒറ്റപ്പെട്ട രീതിയായിരുന്നു. കൂട്ടുകാരുമായി വലിയ സഹവാസമില്ലായിരുന്നു. 1 വർഷക്കാലം മാത്രമേ ആയിട്ടുള്ളൂ ആലപ്പുഴയിൽ എത്തിയിട്ട്. ഒപ്പം തന്നെ ഇപ്പോൾ ലഭിക്കുന്ന വിവരം കൊല്ലത്ത് ഈ കുട്ടി ചൈൽഡ് ഹോമിൽ കഴിഞ്ഞിട്ടുണ്ട്, ഏതാനും മാസങ്ങൾ ചൈൽഡ് ഹോമിൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് വിവരം കൂടി വന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് ചൈൽഡ് ഹോമിലേക്ക് ഈ കുട്ടിയെ മാറ്റേണ്ടി വന്നിട്ടുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടത്. പിന്നെ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ കാര്യം ലഹരിയുടെ വലിയ സ്വാധീനമാണ്. പെൺകുട്ടിക്ക് ഈ വയോധികനോട് വലിയ രീതിയിലുള്ള അമർഷം, വിരോധം ഉണ്ടായിരുന്നത് പല കാരണങ്ങളും. ഒന്ന്, ബാഡ് ടച്ച് ഉണ്ടായി, ലൈംഗികപരമായിട്ടുള്ള മോശം പെരുമാറ്റം. മറ്റൊന്ന്, പണം കൊടുക്കുകയില്ല, ആഡംബര വസ്തുക്കൾ വാങ്ങാനുള്ള കാശ് കൊടുക്കില്ല. ഒപ്പം തന്നെ ആൺ സുഹൃത്തുക്കളുമായിട്ടുള്ള സൗഹൃദം, അതിലെ പ്രശ്നങ്ങൾ. അതുകൂടാതെ ലഹരി ഏറ്റവും വലിയ ഫാക്റ്റായി മാറിയതാണ്. അതായത് രാസലഹരി ഉപയോഗിച്ചാണ് ആൺ സുഹൃത്തുക്കൾ അവിടെ എത്തിയതും പെൺകുട്ടിയും കഞ്ചാവും മദ്യം ഉപയോഗിക്കുന്നു എന്നുള്ള ചില വിവരങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ പെൺകുട്ടിക്കുണ്ടായ പക കൂടാതെ, മോഷണം എന്ന ലക്ഷ്യം കൂടാതെ, ലഹരി കൂടി ഏറ്റവും വലിയൊരു ഫാക്ടറായി മാറിയിട്ടുണ്ട്. അരുൺകുമാർ, താങ്ക് യു. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്നും.
കരുവാറ്റ കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് മനീഷ് മഹിപാൽ ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. ഞെട്ടിക്കുന്ന വിവരമാണ് കേട്ടോ. 13 വയസ്സേ ഉള്ളൂ ഒരു കുട്ടിക്ക്. ആ കുട്ടിയാണ് കൂട്ടുകാർക്കൊപ്പം ഇതേപോലെ ഒരു കൊട്ടേഷൻ ആസൂത്രണം ചെയ്തത്. നേരത്തെ തീരുമാനിച്ചു, വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ തീരുമാനിക്കുന്നു, കല്ല് മോളിൽ നിന്ന് തലക്കിട്ട് കൊല്ലാൻ തീരുമാനിക്കുന്നു. അതൊന്നും നടക്കാതെ വന്നപ്പോൾ പിന്നീട് ലൈവായിട്ട് കൊലപാതകം നേരിട്ട് ഈ കുട്ടി കണ്ടു എന്നാണ്.